ഗ്യാൻവാപി പള്ളിക്കു വേണ്ടി പൊരുതുന്ന അവിടുത്തെ മുസ്ലിം ജനത ശരിക്കും സർക്കാരിന്റെയും കോടതിയുടെയും തീരുമാനങ്ങളിൽ പകച്ചുപോയിരിക്കുകയാണ്. അത്തരമൊരു തീരുമാനമായിരുന്നു ഗ്യാൻവാപി പള്ളി നിലവറയ്ക്ക് മുൻപിൽ പ്രാർത്ഥന നടത്താൻ ഹിന്ദു വിഭാഗങ്ങൾക്ക് നൽകിയ അനുമതി. ഇപ്പോഴിതാ ജില്ലാ കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പള്ളി കമ്മിറ്റി സമർപ്പിച്ച ഹർജി ഇന്ന് അലഹാബാദ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാളാണ് വിധി പ്രസ്താവിച്ചത്. കേസിന്റെ മുഴുവൻ രേഖകളും പരിശോധിച്ച് ബന്ധപ്പെട്ട കക്ഷികളുടെ വാദങ്ങൾ പരിഗണിച്ചതിനു ശേഷം വാരണാസി ജില്ലാ ജഡ്ജി 17/1/2024 പുറപ്പെടുവിച്ച വിധിയിൽ ഇടപെടാൻ കോടതിക്ക് ഒരു കാരണവും കണ്ടെത്തിയില്ല. 31/1/2024 ഉത്തരവ് പ്രകാരം തെഹ്ഖാനയിൽ പൂജ നടത്താൻ ജില്ലാ കോടതി അനുമതി നൽകിയിരുന്നുവെന്ന് ജസ്റ്റിസ് അഗർവാൾ വിധി പ്രസ്താവിച്ചുകൊണ്ട് പറഞ്ഞു. ജനുവരി 31 വാരണാസി കോടതി ഗ്യാൻവാപി പള്ളിയുടെ തെക്കൻ നിലവറയായ വ്യാസ് തെഹ്ഖാനയിൽ ഹിന്ദു വിഭാഗത്തിന് പ്രാർത്ഥന നടത്താമെന്ന് വിധിക്കുകയായിരുന്നു. കാശി വിശ്വനാഥ ക്ഷേത്ര ട്രസ്റ്റ് നാമനിർദ്ദേശം ചെയ്യുന്ന പൂജ, പൂജാരി എന്നിവയ്ക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ ജില്ലാ മജിസ്ട്രേറ്റിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്ന് വാരണാസിയിലെ മസ്ജിദ് നിയന്ത്രിക്കുന്ന അഞ്ജുമാൻ ഇൻഡസാമിയ മസാജിദ് കമ്മിറ്റി ഫെബ്രുവരി 1 അലഹാബാദ് ഹൈക്കോടതിയിൽ വാരണാസി കോടതിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ഹർജി നൽകി. മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി അടിയന്തരമായി കേൾക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത്. വ്യാസ് കാ തെഹ്ഖാന എന്ന പേരിൽ പള്ളി സമുച്ചയത്തിന്റെ തെക്കേ ഭാഗത്തുള്ള നിലവറ 1993 മുലായം സിംഗ് യാദവ് UP മുഖ്യമന്ത്രിയായിരിക്കെയാണ് പൂട്ടി മുദ്രവെക്കുന്നത്. ബാബറി മസ്ജിദ് തകർത്തതിന് തൊട്ടു പിന്നാലെ സംഘർഷ സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിരുന്നു മുലായത്തിന്റെ ഈ നീക്കം. 30 വർഷത്തിനു ശേഷം അന്ന് സ്ഥാപിച്ച നിയന്ത്രണങ്ങൾ കോടതി ഉത്തരവോടെ മാറ്റി. നിലവറയിൽ പ്രാർത്ഥിക്കാൻ ഹിന്ദു ഭക്തർ പള്ളിയിൽ എത്താൻ തുടങ്ങിയതോടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന മസ്ജിദിന് സമീപമുള്ള പ്രദേശത്ത് സുരക്ഷ കൂടുതൽ ശക്തമാക്കി. ഇതിനിടെ ഹിന്ദു സംഘടനയായ രാഷ്ട്രീയ ഹിന്ദുദളിലെ അംഗങ്ങൾ പള്ളിക്ക് സമീപമുള്ള ഒരു ബോർഡിൽ മന്ദിർ എന്ന വാക്ക് ഒട്ടിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. മസ്ജിദിന്റെ നിലവറയിൽ 4 നിലവറകളാണുള്ളത്. അതിലൊന്ന് അവിടെ താമസിക്കുന്ന ഒരു പുരോഹിത കുടുംബത്തിന്റെ കൈവശമായിരുന്നു. വ്യാസ് കുടുംബാംഗമായ സോമനാഥ് വ്യാസ് 1993 നിലവറ സീൽ ചെയ്യുന്നതിനു മുൻപ് വരെ അതിൽ പ്രാർത്ഥന നടത്തിയിരുന്നുവെന്നാണ് ഹർജിക്കാരനും വ്യാസ് കുടുംബാംഗവുമായ ശൈലേന്ദ്ര പഥക് ഹർജിയിലൂടെ വാദിച്ചിരുന്നത്. പള്ളിക്ക് താഴെ തെക്കുഭാഗത്തുള്ള നിലവറയിൽ ഹിന്ദു ദേവതകളുടെ വിഗ്രഹങ്ങളുണ്ടെന്നും ഇവിടെ പൂജയ്ക്ക് അനുമതി വേണമെന്നും ആവശ്യപ്പെട്ട് നേരത്തെ വിവിധ ഹൈന്ദവ സംഘടനകൾ കോടതിയെ സമീപിച്ചിരുന്നു. ഇവിടുത്തെ 10 നിലവറകളിൽ പൂജ ചെയ്യാനാണ് അനുമതി. പൂജ നടത്തുന്ന പ്രദേശത്ത് ഇരുമ്പുവേലി കെട്ടി തിരിക്കാനും ജഡ്ജി AK വിശ്വേശ്വര ഉത്തരവിട്ടിരുന്നു. പുരാവസ്തു ഗവേഷണ വിഭാഗത്തിന്റെ സർവേക്കായി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സീൽ ചെയ്തിരിക്കുകയായിരുന്നു ഈ നിലവറ. 1993 വരെ ഇവിടെ പൂജകൾ നടന്നിരുന്നുവെന്നാണ് ഹിന്ദു വിഭാഗം വാദിച്ചത്. അതേസമയം അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി നൽകിയ 2019 നവംബറിലെ സുപ്രീം കോടതി വിധി സ്വാതന്ത്ര്യത്തിന് മുൻപ് തുടങ്ങിയ ഒരു തർക്കത്തിന് വിരാമമിടലായിരുന്നു. രാമജന്മഭൂമി പ്രക്ഷോഭത്തോടൊപ്പം ഉയർന്നുവന്ന് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ എന്നത്തെയും തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് നടപ്പായത്. ഉത്തർപ്രദേശിലും മറ്റിടങ്ങളിലുമുള്ള സമാനമായ തർക്കങ്ങളെ വിധി സ്വാധീനിക്കില്ലേ എന്ന ചോദ്യവും ഉയർന്നിരുന്നു. ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഗ്യാൻവാപി പള്ളി, മധുരയിൽ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം എന്ന് കരുതുന്ന ഭാഗത്തെ ഷാഹി പള്ളി എന്നിവയുമായി ബന്ധപ്പെട്ടും ഇന്ന് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തങ്ങളുടെ ആരാധനാലയങ്ങൾ ഓരോന്നായി കൈവിട്ടു പോകുന്നതിന്റെ വിതുമ്പലിലാണ് ഇവിടുത്തെ മുസ്ലിം ജനത ഇന്ന്.